എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റേഷൻ കടയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ചാക്കരി കൊണ്ട് നമുക്കൊരല്പം ചോറുണ്ടാക്കാം. ഇത് കുക്കറിനകത്താണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന കുത്തരി കൊണ്ട് കുക്കറിനകത്ത് 10 മിനിറ്റ് കൊണ്ട് ചോറ് വേവിച്ചെടുക്കാമെന്നും പറഞ്ഞൊരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിരുന്നു. അപ്പോൾ കുറേ പേര് എനിക്ക് കമൻറ്റ് ചെയ്തു, ചാക്കരി കൊണ്ട് എങ്ങനെയാണ് കുക്കറിനകത്ത് ചോറ് വെക്കുന്നത് ഒന്ന് കാണിക്കാമോ എന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ചാക്കരി കൊണ്ടും നമുക്ക് കുക്കറിനകത്ത് ചോറ് വേവിച്ചെടുക്കാം. ഒരല്പം ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ആദ്യമായി എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 നാഴി അരിയാണ്. ഇത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ചാക്കരിയാണ്. ഇത് വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായി കഴുകിയെടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അരി നന്നായി കഴുകിയെടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് കമൻറ്റ് വന്നായിരുന്നു, അരി അങ്ങനെ നന്നായിട്ട് കഴുകിയെടുക്കരുത്, കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഈ തവിടും അതൊക്കെ നമുക്ക് നല്ല പോഷകമാണല്ലോ, അപ്പോൾ അതൊക്കെ പോകുമെന്നും പറഞ്ഞുകൊണ്ട്. ശരിയാ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരിയല്ലേ, അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കൊഴുപ്പൊക്കെ ശരിയാ, അതിൻ്റെ തവിടുമൊക്കെ പോകും. എന്നാലും നമുക്ക് ഇപ്പോൾ കടകളിൽ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിന് നന്നായിട്ട് കഴുകിയിട്ട് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിവിടെ ഏതായാലും ഇത് ഒരു 4 പ്രാവശ്യം കഴുകിയെടുക്കുന്നുണ്ട്. ഇത് വളരെ എളുപ്പം തന്നെ ചെയ്തെടുക്കാം. ഒരു ടെൻഷനും വേണ്ട. നമുക്ക് ചാക്കരിയാണെന്നും പറഞ്ഞ് കുക്കറിനകത്ത് ഉണ്ടാക്കാൻ പാടാമെന്നൊന്നും പറയുന്നതിലൊന്നും ഒരർത്ഥവുമില്ല. നമുക്ക് ഗ്യാസും ലാഭിക്കാം, സമയവും ലാഭിക്കാം. ഇതൊന്ന് ചെയ്തെടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർക്കാം. ഒന്നുകൂടി ഒന്ന് കഴുകാവേ. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. പിന്നെ എൻ്റെ അടുത്തുള്ള കുറേ കുട്ടികളൊക്കെ എന്നോട്, ആൻറ്റി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ചാക്കരി കൊണ്ടൊന്ന് വെച്ച് കാണിക്കാവോ എന്നൊക്കെ എന്നോട് ചോദിച്ചായിരുന്നേ. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. അവരെൻ്റെ ചാനലൊക്കെ കാണുന്നതാണ്. അപ്പോൾ അവരും ഒന്ന് കണ്ട് മനസ്സിലാക്കട്ടെ ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന്. ഈ പാത്രത്തിനൊരു 1/4 പാത്രം വെള്ളം ഞാൻ എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഗ്യാസിലോട്ട് വെക്കുകയാണ്, വെയിറ്റൊക്കെ ഇട്ടിട്ട്. ഇനി ഇത് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു വിസിലടിച്ചാൽ മതി, കൂടുതൽ വിസിലടിക്കരുത് കേട്ടോ. ഒരു വിസിലടിക്കുന്ന കറക്റ്റ് അളവാണ്. ആ സമയം നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു വിസിലടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് കുത്തരി നമ്മൾ നേരത്തെ ഇങ്ങനെ അതിൻ്റെ എയർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തതുപോലെ വെയിറ്റ് ചെയ്യരുത്. ഇതുടൻ തന്നെ നമുക്ക് ഊറ്റേണ്ടതായിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങളിങ്ങനെ ഒരു തവിയോ എന്തെങ്കിലും വെച്ച് ഇതിൻ്റെ ഈ വെയിറ്റ് ഒന്ന് പതുക്കെ പൊക്കി അതിൻ്റെ എയർ ഒന്ന് കളയുക. അതിലും നല്ലത് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് ഈ ടാപ്പിൻ്റെ കീഴെ വെച്ചിട്ട് ഈ അടപ്പിൻ്റെ മുകളിൽ കൂടി വെള്ളം, പൈപ്പിൽ നിന്ന് വെള്ളം ഒഴിച്ചിട്ട് ആണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് തണുത്ത് കിട്ടും. ഇങ്ങനെ ചെയ്യുന്നതിലും നല്ലത് ഞാൻ രണ്ടാമത് പറഞ്ഞതാണ്. നമുക്കിത് ടാപ്പിൻ്റെ കീഴെ കൊണ്ട് വെച്ചിട്ട് ചെയ്തെടുക്കാം.
ഇതിങ്ങനെ ഒന്ന് പൈപ്പ് തുറന്നിട്ട് ഈ വെള്ളം കുറച്ച് ഒഴിച്ച് ഇങ്ങനെ ഇതിൻ്റെ അടപ്പിൻ്റെ പുറത്തും ആ വെയിറ്റിൻ്റെ പുറത്തും ഒക്കെ ഒന്ന് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അല്പമായിട്ട് സൂക്ഷിച്ച് വേണം. ഇപ്പോൾ ഇതിനകത്ത് എയറുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇതിങ്ങനെ ചെയ്യാനായിട്ട്. ഇതിൻ്റെ പിടിയേൽ നന്നായി പിടിച്ചുകൊണ്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കുവാനായിട്ട്. നമുക്ക് ഈ വെള്ളം നന്നായിട്ട് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് അടപ്പിനകത്ത് ഈ അകത്തുള്ള എയർ നന്നായിട്ട് തണുത്ത് കിട്ടും. ഇത് എയറൊക്കെ പോയി കഴിയുമ്പോൾ ഈ അടപ്പ് ഒന്ന് ലൂസായിട്ട് നമ്മൾ ഈ പിടിക്കുന്ന സമയത്ത് നമുക്കറിയാം ഒന്ന് ലൂസായിട്ട് വരും. ഇതിപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. അധികം സമയമൊന്നും എടുത്തില്ല കണ്ടോ. ഇത് പെട്ടെന്ന് തന്നെ നമുക്കിത് തുറന്ന് ചോറ് ഊറ്റിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ വെയിറ്റ് ഒന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഇതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് പേടിയായിരുന്നു. ഇങ്ങനെ നമ്മൾ ഇത് വെയിറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് പതുക്കെ ഒന്ന് പൊക്കി നോക്കണം എയർ പോയോ എന്ന്. എന്നിട്ട് വേണം അത് തുറന്നെടുക്കാൻ. ഇനി നമുക്ക് ഈ അടപ്പൊന്ന് തുറന്നെടുക്കാം. കണ്ടോ, നമ്മുടെ ചോറ് ഇവിടെ ഒരു ഒട്ടലും ഇല്ല, ഒന്നുമില്ല, ഒരു കുഴപ്പവും ഇല്ല. നന്നായിട്ട് നമ്മുടെ ചോറ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെള്ളം, തണുത്ത വെള്ളം തന്നെ ഒഴിക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് തിളപ്പിക്കുകയൊന്നും വേണ്ട, ഇതുപോലെ തന്നെ നമുക്ക് ഊറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, നമ്മുടെ ചോറ് കണ്ടോ, ഒരു കുഴപ്പമില്ല, നല്ല പയർ പോലെ ഇരിക്കുന്നു. നിങ്ങൾക്കൊരു ടെൻഷനും വേണ്ട. ചാക്കരി കൊണ്ടും കുക്കറിനകത്ത് ചോറുണ്ടാക്കാം. നമുക്ക് ഗ്യാസും ലാഭിക്കാൻ പറ്റും, സമയവും നമുക്ക് ലാഭിക്കാൻ പറ്റും. ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിലും കുട്ടികൾക്ക് ചോറൊക്കെ കൊടുത്ത് വിടേണ്ടതാണെങ്കിലും അമ്മമാർക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് അടച്ച് ഊറ്റിയെടുക്കാം. ഞാനിതൊരു അടപ്പ് വെച്ചിട്ടാണ് ഊറ്റുന്നത്. നിങ്ങൾക്ക് ഈ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ടാണെങ്കിലും ഊറ്റിയെടുക്കാം. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വെള്ളം ഊറ്റിയെടുക്കാം. ഞാനിത് ആദ്യം ഊറ്റിയെടുക്കുന്ന കഞ്ഞിവെള്ളം ഒന്ന് മാറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് കുനിച്ചിടുന്ന സമയത്ത് ഈ വെള്ളത്തിലേക്കായിരിക്കും ഇത് കുനിച്ചിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഞ്ഞിവെള്ളം ഞാനൊന്ന് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഊറ്റി കുനിച്ചിടാം. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് പോകണം. ഒരുപാട് നേരം അങ്ങനെ കുനിച്ചിട്ടേക്കരുത്. അന്നേരം പിന്നെ നമ്മൾ ചോറെടുത്ത് കഴിയുമ്പോൾ അങ്ങ് ഭയങ്കരമായിട്ട് ഈ കുഴഞ്ഞ് അട പോലെയൊക്കെ ഇരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഈ അടപ്പ് വെച്ചിട്ട് ഊറ്റാവുന്ന അതിങ്ങനെയാണ്. ഇതിൻ്റെ വാഷറിങ് എടുക്കണം. എടുത്തിട്ട് ഈ അടപ്പ് നമ്മുടെ കുക്കറിനകത്ത് വെച്ചിട്ട് അടയ്ക്കണം. ശരിക്കും നമ്മൾ അടയ്ക്കുന്നത് പോലെ തന്നെ അടച്ചിട്ട് ഒന്ന് ഊറ്റിയെടുത്താൽ മതി. അങ്ങനെയും നമുക്ക് ചോറ് ഇതിനകത്ത് ഊറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ എപ്പോഴും ചെയ്യുന്നത് അടപ്പ് വെച്ചിട്ട് ഊറ്റിയെടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചോറിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്ത് നോക്കാം. കണ്ടോ, നമ്മുടെ ചോറ് കണ്ടോ, നല്ല മട്ടയരിയുടെ ചോറൊക്കെ ഇരിക്കുന്നത് പോലെ തന്നെയുണ്ട് നമ്മുടെ റേഷൻ കടയിലെ ചാക്കരി ചോറ്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ചോറായി വന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, നല്ല പയർ പോലെ ഇരിക്കുന്നുണ്ട് ഈ ചോറ്. കണ്ടോ, മറ്റേ നമ്മൾ ചാക്കരിച്ചോറ് എല്ലാവർക്കും പേടിയാണ്, കുഴഞ്ഞിരിക്കും, ഉണ്ട പോലെ പരുവായിട്ടിരിക്കുമെന്നൊക്കെ ഉള്ള. പക്ഷേ ഒന്നും പേടിക്കണ്ട. ഇത് കണ്ടോ, ഇത് ഞാൻ ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് ഇതിപ്പോൾ നേരിട്ട് കാണുന്നുണ്ടല്ലോ, ഒരു സംശയവും വേണ്ട. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. കണ്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട് നമ്മുടെ ചോറ്. ഒന്നൊന്നിനോട് തൊടാതെ. കണ്ടോ, നല്ല അടിപൊളിയായിട്ടിത് ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ചോറ് വെന്തിട്ടുമുണ്ട്, എന്നാലൊന്നും വെന്ത് കുഴഞ്ഞും പോയിട്ടില്ല. ഇതേപോലെ നിങ്ങളും ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചോറ് ഇവിടെ റെഡിയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഇടണേ. കണ്ടോ, നല്ല അടിപൊളി ചോറാണ്. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്.
ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നമുക്ക് ഈ ചോറൊന്ന് എടുത്തു നോക്കാം. ഇന്ന് ദുഃഖശനി ആയതുകൊണ്ട് തന്നെ കറികളൊക്കെ കുറവെന്ന് പറയാം. ഇതിലൊരു സാമ്പാർ കറി ഉണ്ടേ മതി. ഈ ചാക്കരിച്ചോറുണ്ണാനായിട്ട് ഒരു സാമ്പാർ കറി, ഒരു മുളക് ചതച്ചതോ ഒക്കെ ഒരു സൈഡിൽ വെച്ചിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ചോറുണ്ണും. കുട്ടികളൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ചോറുണ്ണും. ഇങ്ങനെയുള്ള ഒരു സൈഡ് ചാറുകറിയൊക്കെ കൂട്ടി. ഇതിപ്പോൾ ചെറുപയർ ചാറ് വെച്ചതാണേ. പിന്നെ ഇതിലേക്ക് പച്ചടിയാണ്, വെള്ളരിക്ക പച്ചടി, മാങ്ങ അച്ചാർ, ഇത്രയും കൂട്ടിയിട്ടാണ് ഇന്ന് ഞങ്ങളിവിടെ ചോറുണ്ണുന്നത്. ഇനിയിപ്പോൾ നാളെ ഈസ്റ്റർ അല്ലേ, അപ്പം പ്രത്യേകിച്ച് കറികളൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. നാളെ ഇതേ സമയം നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി.